And although it's not in her. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റിക് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡറിലുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ബാഡ് ഡെബ്റ്റ്സ്, അതുപോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, ഇതിൻ്റെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമുക്കിന്ന് പഠിക്കാം. ഇതിന് മുന്നേയുള്ള വീഡിയോസ് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്, അത് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം ഇങ്ങോട്ട് തിരിച്ചു വരാൻ. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് ബാഡ് ഡെബ്റ്റ്സ് എന്താണെന്ന് നോക്കാം. എനി ഇറിക്കവറബിൾ പോർഷൻ ഓഫ് സൺട്രി ഡെറ്റേഴ്സ് ഇസ് ടേംഡ് ആസ് ബാഡ് ഡെബ്റ്റ്സ്. ബാഡ് ഡെബ്റ്റ്സിൽ സൺട്രി ഡെറ്റേഴ്സിലുള്ള ഇറിക്കവറബിൾ ആയിട്ടുള്ള പോർഷൻ ആണ് നമ്മൾ ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സെയിൽ ചെയ്തിട്ട് ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയാം. ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിട്ട് നമുക്ക് പൈസ കിട്ടാനുള്ളവരാണ് നമുക്ക് സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ പൈസ കിട്ടാനുള്ള എല്ലാ പൈസയും നമുക്ക് കിട്ടിക്കൊള്ളണം നിർബന്ധമില്ല അല്ലേ. ചിലപ്പോൾ പൈസ തരാതിരിക്കാം. അപ്പോൾ തരാതിരിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ബാഡ് ഡെബ്റ്റ്സ് എന്ന് വെച്ചാൽ സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സെയിൽ ചെയ്തിട്ട് ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിട്ട് നമുക്ക് പൈസ കിട്ടാനുള്ളവരാണ് നമ്മൾ സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ചില പൈസ നമുക്ക് ഒരിക്കലും കിട്ടാതെ പോവാം, അതിനാണ് നമ്മൾ ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറയുന്നത്. ബാഡ് ഡെബ്റ്റ്സ് ഈസ് എ ലോസ് ടു ദ ബിസിനസ് അല്ലേ. നമ്മൾ സെയിൽ ചെയ്ത് നമുക്ക് പൈസ കിട്ടിയില്ല, ലോസ് ആണ്. ബാഡ് ഡെബ്റ്റ്സ് നമ്മളെ ബിസിനസ്സിന് ഒരു ലോസ് ആണ്. അതുകൊണ്ട് തന്നെ അത് എവിടെ കാണിക്കണം? നമ്മൾ ലോസും എക്സ്പെൻസസും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. If it is given in trial balance, it should be shown in the debit side of profit loss account. ഇപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ അകത്ത് തരുവാണെങ്കിൽ നമ്മൾ അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രം മതി അല്ലെ, ഒരു സ്ഥലത്ത് മാത്രം കാണിച്ചാൽ മതി. ആ സ്ഥലം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ലോസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ബാഡ് ഡെബ്റ്റ്സ് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇനി അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ രണ്ട് സ്ഥലത്ത് കാണിക്കണം. ഇപ്പോൾ ഒന്ന് നമുക്കറിയാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണെന്ന്, അടുത്ത് എവിടെയാണെന്ന് നോക്കാം. It is to be deducted from sundry debtors in balance sheet. Sundry debtors അത് ബാലൻസ് ഷീറ്റിൽ മൈനസ് ചെയ്ത് കാണിക്കാം. ഡെറ്റേഴ്സിന് അത്രയും മൈനസ് ചെയ്യണമല്ലോ, ഇനി അത്ര കിട്ടാനില്ല അല്ലേ. ഇപ്പോൾ 10,000 സെയിൽസ് നമ്മൾ നടത്തി, അപ്പോൾ അതിൽ 200 റുപ്പീസ് നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡെറ്റേഴ്സ് ഇത്രയേ ഉള്ളൂ, 9,800 അല്ലേ ശരിക്കും ഡെറ്റേഴ്സ് ഉള്ളൂ അല്ലേ. അത് മാത്രം കാണിച്ചാൽ മതിയല്ലോ, കിട്ടാത്ത ഐറ്റം അവിടെ കാണിക്കണ്ട. അപ്പോൾ ആ 200 റുപ്പീസ് നമ്മൾ സൺഡ്രി ഡെറ്റേഴ്സിന് മൈനസ് ചെയ്യും അല്ലേ. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെറ്റേഴ്സിന് അത്രയും എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കാം. അതേപോലെ തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും കാണിക്കാം. അപ്പോൾ രണ്ട് ട്രീറ്റ്മെൻറ്റാണ് ഉള്ളത്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട് അകത്ത് തരുവാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ്സ് തരുവാണെങ്കിൽ എല്ലാ കേസിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് തരുമ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്ത് കാണിക്കണം അല്ലേ. ഒന്ന് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും ഒന്ന് ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സ് എന്ന് മൈനസ് ചെയ്ത് കാണിക്കാം. ഇത്രയും മാത്രമേ ഉള്ളൂ ബാഡ് ഡെബ്റ്റ്സിൻ്റെത്. ബാഡ് ഡെബ്റ്റ്സിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത് ബാഡ് ഡെബ്റ്റ്സ് അക്കൗണ്ട് ടു സൺഡ്രി ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സ് കുറയല്ല ചെയ്യുന്നത്. അപ്പോൾ ബാഡ് ഡെബ്റ്റ്സ് അക്കൗണ്ട് ടു സൺഡ്രി ഡെറ്റേഴ്സ് അക്കൗണ്ട്. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. അപ്പോൾ പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി പ്രൊവിഷൻ വെക്കുന്നത് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഒരു ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ഒരു എമൗണ്ടിനാണ് നമ്മൾ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നമ്മൾ ഡെറ്റേഴ്സ് പൈസ തരില്ല എന്നുള്ള ഡൗട്ട് കാരണം നമ്മൾ മാറ്റി വെക്കുന്ന ഒരു എമൗണ്ട് എന്ന് വെച്ചാൽ തരില്ല എന്ന് നമുക്ക് തോന്നുവാണ്, ഒരു പാർട്ട് നമുക്ക് തരില്ലായിരിക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ അതിന് വേണ്ടി നമുക്ക് ലോസ് വരും. അപ്പോൾ ആ ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന എമൗണ്ടിനാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രൊവിഷൻ ക്രിയേറ്റഡ് ടു മീറ്റ് എനി ലോസ് ഇഫ് ദ ഡെറ്റേഴ്സ് ഫെയിൽ ടു പേ ദ ഹോൾ ഓർ പാർട്ട് ഓഫ് ദ ഡെറ്റ് ഓഡ് ബൈ ദം. അപ്പം ഡെറ്റേഴ്സ് തരാനുള്ള പൈസയിൽ കുറച്ചോ അല്ലെങ്കിൽ മുഴുവനായോ അവർ തരില്ല എന്നുള്ള ഒരു ഡൗട്ട്, അപ്പം അതുകൊണ്ടുണ്ടാവുന്ന ഒരു ലോസ്, ഉണ്ടായേക്കാവുന്ന ഒരു ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റിവെച്ച എമൗണ്ടിനാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ദ എമൗണ്ട് റിക്വയർഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഈസ് കെപ്റ്റ് ബൈ ചാർജിങ് ദ എമൗണ്ട് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പോൾ അത്ര എമൗണ്ട് നമ്മൾ പ്രോഫിറ്റിൽ നിന്നാണ് മാറ്റി വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് അത് ചാർജ് ചെയ്യേണ്ടത്, പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഓൺ കീപ്പിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എൻട്രി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ പ്രൊവിഷൻ കാണിക്കണം. പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറയും. ദ ഡബിൾ എഫക്ട് ഓഫ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. അപ്പോൾ രണ്ട് സ്ഥലത്ത് കാണിക്കേണ്ടി വരും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് തരുന്ന സമയത്ത്.
അപ്പോൾ എവിടെ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ബാഡ് ഡെബ്സിൻ്റെയും പ്രൊവിഷൻ്റെയും ഒക്കെ ട്രീറ്റ്മെൻറ്റ് സെയിം ആണ്. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഒന്ന് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, രണ്ടാമത്തത് ഇറ്റ് ഈസ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ് ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് അത്ര എമൗണ്ട് നമ്മൾ കിട്ടില്ല എന്ന് തീരുമാനിച്ചു അല്ലേ, അപ്പോൾ അത്ര എമൗണ്ട് നമ്മൾ ഡെറ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യാം. ഇപ്പോൾ ഈ രണ്ട് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ബാഡ് ഡെബ്സ് പറഞ്ഞ പോലെ തന്നെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ നോട്ട് ചെയ്ത് വെക്കുക, ബാഡ് ഡെബ്സ്, പ്രൊവിഷൻ ഫോർ ഡെബ്സ്, ഡൗട്ട്ഫുൾ ഡെബ്സ്, ഇതൊക്കെ ഒരേ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എഴുതി വെക്കാം. നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വന്നപ്പം ഔട്ട്സ്റ്റാൻഡിങ്ങിനൊക്കെ എഴുതി വെച്ചില്ലേ, അതേപോലെ അതിൻ്റെ കൂടെ തന്നെ ഇതും എഴുതി വെക്കാം. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്സ് ഗിവൺ ആൻഡ് ട്രയൽ ബാലൻസ്. നമ്മൾ പ്രൊവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. ഇനി ട്രയൽ ബാലൻസിനകത്ത് പ്രൊവിഷൻ തരുവാണെങ്കിൽ, ട്രയൽ ബാലൻസിനകത്ത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്സ് തരുവാണെങ്കിൽ അതിനർത്ഥം അത് കഴിഞ്ഞ വർഷത്തേതാണ്. അത് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടാണ് നമുക്ക് തരാൻ നോർമലി. അതിനർത്ഥം കഴിഞ്ഞ വർഷം നമ്മൾ പ്രൊവിഷൻ വെച്ചതിൽ നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നമുക്ക് ബാലൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ പ്രൊവിഷൻ എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡിൽ കാണിക്കും അല്ലേ. അപ്പോൾ ഇത് ഡെബിറ്റ് സൈഡിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കുക ചെയ്യുന്നത്. എന്നുവെച്ചാൽ കഴിഞ്ഞ വർഷം അത്രയും പ്രൊവിഷൻ വെച്ചതിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മളോട് പ്രൊവിഷൻ വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബാക്കി മാത്രം മതി അല്ലേ നമുക്ക്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് 200 ബാക്കിയുണ്ട്, ഈ വർഷം നമ്മളോട് പ്രൊവിഷൻ വെക്കാൻ പറഞ്ഞിരിക്കുന്നത് 1000 ആണ്. ശരിക്കും 1000ൽ നിന്ന് 200 കഴിഞ്ഞിട്ട് 800 വെച്ചാൽ മതിയല്ലോ, ഓൾറെഡി അവിടെ നമുക്ക് ബാക്കി കിടപ്പുണ്ട് അല്ലേ. അപ്പം അങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊന്നും കോംപ്ലിക്കേറ്റ് ആക്കേണ്ട. നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്സ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിലായിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഡെബിറ്റ് സൈഡിൽ നിന്ന് അത് മൈനസ് ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക, നമ്മൾ ബാഡ് ഡെബ്സിൻ്റെ കൂടെ പ്രൊവിഷൻ വല്ലതും ആ വർഷം വെക്കാൻ പറ്റുന്ന അത് ആഡ് ചെയ്യുക. അതിനുശേഷം ഇത് ഓൾഡ് പ്രൊവിഷനാണ് ട്രയൽ ബാലൻസിനകത്ത് തന്നിരിക്കുന്നത്, ഇത് മൈനസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത്. നെക്സ്റ്റ് പ്രൊവൈഡിങ് ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ് ആഫ്റ്റർ റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെബ്സ്. ബാഡ് ഡെബ്സും അത് കഴിഞ്ഞ് നമ്മളോട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സും വെക്കാൻ പറയുകയാണെങ്കിൽ, ഇഫ് യു ആർ ആസ്ക്ഡ് ടു റൈറ്റ് ഓഫ് ബാഡ് ഡെബ്സ് ആൻഡ് പ്രൊവൈഡ് സം പെർസെൻറ്റേജ് ഓഫ് ഡെറ്റേഴ്സ് ആസ് ബാഡ് ഡെബ്സ്, provision for bad debts are kept only on the balance of debtors left after writing of the amount of bad debts. നമ്മളോട് പറയാണ് ബാഡ് ഡെബ്സ് വെക്കാൻ പറയുന്നുണ്ട്, അതുകൂടാതെ പ്രൊവിഷൻ വെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഓൾറെഡി കുറച്ച് നമുക്ക് ബാഡ് ആണെന്ന് ഉറപ്പുള്ളത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ 1000 റുപ്പീസാണ് നമുക്ക് ഡെറ്റേഴ്സ് ഉള്ളത്, 200 ബാഡ് ഡെബ്സ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ബാക്കി 800ൽ മാത്രമേ നമുക്ക് ഡൗട്ട് വരാനുള്ളൂ അല്ലേ. ഈ 200 നമുക്ക് ഷുവർ ആണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ആ ബാഡ് ഡെബ്സ് മൈനസ് ചെയ്ത ബാക്കിയുടെ മേലെ മാത്രം നമ്മൾ പ്രൊവിഷൻ വെച്ചാൽ മതി. ദ ന്യൂ ബാഡ് ഡെബ്സ് ആൻഡ് ദ ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്സ് be shown on the debit side of profit loss account and both these items to be deducted from debtors in balance sheet. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നമുക്കറിയാം അല്ലേ. ബാഡ് ഡെബ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ, പ്രൊവിഷൻ ആണെങ്കിലും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ, പഴയ പ്രൊവിഷൻ ആണെങ്കിൽ മാത്രം ഡെബിറ്റ് സൈഡിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കണം. ഇനി ഡെറ്റേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ്മെൻറ്റ് തരുവാണെങ്കിൽ ഡെറ്റേഴ്സിന് മൈനസ് ചെയ്യണം, പ്രൊവിഷൻ ആയാലും മൈനസ് ചെയ്യണം, ബാഡ് ഡെബ്സ് ആയാലും മൈനസ് ചെയ്യണം. അപ്പോൾ മൈനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ആദ്യം ഡെറ്റേഴ്സ് മൈനസ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ മേലെ മാത്രമേ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഡെറ്റേഴ്സിൻ്റെ മേലെ പ്രൊവിഷൻ, ഇപ്പോൾ പെർസെൻറ്റേജ് തരുവാണെങ്കിൽ ഡെറ്റേഴ്സിന് മേലെ പോയി പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. ഡെറ്റേഴ്സ് നമ്മളോട് പറഞ്ഞ ബാഡ് ഡെബ്സ് മൈനസ് ചെയ്തതിന് ശേഷം ബാക്കിയിൽ മാത്രം പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ബാഡ് ഡെബ്സ് റിക്കവേർഡ് ആണ്. നമ്മളിതുവരെ ബാഡ് ഡെബ്സിനെ പറ്റി പഠിച്ചു അല്ലെ. ബാഡ് ഡെബ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാത്ത എമൗണ്ടിനെ നമ്മൾ ബാഡ് ഡെബ്സ് എന്ന് പറയുവാണ്. ഇനി കിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. ഇപ്പം നമ്മുടെ കയ്യിൽ 1000 റുപ്പീസിൻ്റെ ആയിരുന്നു ഡെറ്റേഴ്സ് ഉള്ളത്, അതിൽ 200 നമ്മൾ കഴിഞ്ഞ വർഷം റൈറ്റ് ഓഫ് ചെയ്തു. ബാഡ് ഡെബ്സ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ 200 റുപ്പീസ് കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പായതുകൊണ്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. ഇപ്പം നമ്മുടെ ഡെറ്റേഴ്സിൽ ഇപ്പോൾ 800 മാത്രമേ ഉള്ളൂ. പക്ഷേ നെക്സ്റ്റ് ഇയർ ആയപ്പം ആ കിട്ടില്ല എന്ന് വിചാരിച്ച് 200 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബുക്സിൽ എവിടെ ഇല്ല അല്ലേ. ഇപ്പം അങ്ങനെ ഒരാളെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞു, 200 എൻ്റെ വാങ്ങിച്ച കസ്റ്റമറിനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞു, അയാളുടെ പേരിൽ ഒരു എൻട്രിയും എന്ന് നമ്മുടെ ബുക്സിലില്ല, നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അത് നമുക്ക് റിസീവ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് ഇൻകം ആയിട്ടാണ് നമ്മളത് ട്രീറ്റ് ചെയ്യുക. ഇപ്പം നമുക്കൊരു ഇൻകം ആണ് കിട്ടിയിരിക്കുന്നത്, നമ്മളെ ബുക്സിലൊന്നും ഇല്ലാത്ത ഒരു ഇൻകം റിസീവ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻകം നമ്മൾ എവിടെ കാണിക്കണം, ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം അല്ലേ. അങ്ങനെയാണ് നമ്മൾ ബാഡ് ഡെബ്സ് റിക്കവേർഡ് കാണിക്കാം. ബാഡ് ഡെബ്സ് റിക്കവേർഡ് ഇസ് ദ എമൗണ്ട് കളക്റ്റഡ് ഫ്രം ഓൾഡ് കസ്റ്റമർ ഹൂസ് അക്കൗണ്ട് ഡു നോട്ട് അപ്പിയർ ഇൻ ദ ബുക്സ് ആസ് ദേ ഹാവ് ഓൾറെഡി ബീൻ റിട്ടൺ ഓഫ്
ഫ്രം ദ ഫോംസ് ബുക്ക് ആസ് ബാഡ് ഡെബ്റ്റ്സ്. നമ്മൾ ബാഡ് ഡെബ്റ്റ്സ് എന്ന് വെച്ച് എഴുതി തള്ളിയിരിക്കുവാണ് അയാളുടെ എമൗണ്ട് കംപ്ലീറ്റ്. അപ്പോഴാണ് അയാൾ പൈസയും കൊണ്ട് വരുന്നത്. അപ്പോൾ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇൻകം ആണ് അല്ലേ. പക്ഷെ അത് ഡെറ്റേഴ്സിലും ഇല്ല ബാഡ് ഡെബ്റ്റ്സിലും എവിടെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല. എന്ന് വെച്ചാൽ അയാളുടെ ബുക്സ് നമ്മൾ ഓൾറെഡി ക്ലോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഇൻകം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. ഓൺ കളക്ടിങ് സച്ച് എമൗണ്ട് ദ എൻട്രി ഈസ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ടു ബാഡ് ഡെബ്റ്റ്സ് റിക്കവർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാഷ് കിട്ടുമ്പം അങ്ങനെ എൻട്രി എഴുതും. ദ ഐറ്റം ഹാസ് നോ കണക്ഷൻ വിത്ത് ബാഡ് ഡെബ്റ്റ്സ് ഓർ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് അക്കൗണ്ട് അല്ലേ. ഇതിലൊന്നും ഇപ്പം ഇല്ല, നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് പോയി. ഹെൻസ് ദ എമൗണ്ട് ഓഫ് ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ് ക്യാൻ ബി ടേക്കൺ ആസ് എൻ ഇൻഡിപെൻഡന്റ് ഇൻകം ഐറ്റം ആൻഡ് ക്രെഡിറ്റഡ് ഇൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇതും നമ്മൾ ട്രയൽ ബാലൻസിൽ തരുന്നത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ഇപ്പോൾ ട്രയൽ ബാലൻസ് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ തരുന്ന രണ്ട് ഐറ്റം ഉണ്ട്, ഒന്ന് ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡും ഒന്ന് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ഓൾഡ് പ്രൊവിഷൻ അല്ലേ. അപ്പോൾ ഓൾഡ് പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡിൽ നിന്ന് മൈനസ് ചെയ്യും. ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ് നമ്മളിവിടെ ഡെബിറ്റ് സൈഡിൽ എവിടെയും ഒരു കണക്ഷനും ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ക്രെഡിറ്റ് സൈഡിൽ തന്നെ കാണിച്ചാൽ മതി, ഇൻകം ആയിട്ട് കാണിച്ചാൽ മതി. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. നമ്മൾ ഡെറ്റേഴ്സ് കറക്റ്റായിട്ട് നമുക്ക് പൈസ തരുവാണെങ്കിൽ നമ്മൾക്ക് അവർക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കും അല്ലേ. നമ്മൾ പെട്ടെന്ന് പേയ്മെൻ്റ് ഒക്കെ തരുവാണെങ്കിലാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ശരിക്കും പക്ഷേ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു ലോസ് അല്ലേ. നമ്മൾ 1000 റുപ്പീസിൻ്റെ ഐറ്റം സെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് പൈസ വന്നപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ഒരു 50 റുപ്പീസ് കുറച്ചിട്ട് 950 മാത്രം വാങ്ങിച്ചു. ശരിക്കും പറഞ്ഞാൽ 50 റുപ്പീസ് നമുക്ക് ലോസ് ആണ്. അപ്പോൾ ആ ലോസ് ഫ്യൂച്ചറിൽ വരുമെന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ, അങ്ങനെ നമ്മുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ മേലെയും പ്രൊവിഷൻ വെക്കാം. എല്ലാ ലോസിൻ്റെ മേലെയും നമുക്ക് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് ഈസ് അലൗഡ് വെൻ ഡെറ്റേഴ്സ് മേക്ക് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഓർ സെറ്റിൽ ദർ അക്കൗണ്ട് പ്രോംപ്റ്റ്ലി. പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് നടത്തുവാണെങ്കിൽ നമ്മൾ അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കും. ഇഫ് ഡെറ്റേഴ്സ് ഓഫ് കറന്റ് ഇയർ സെറ്റിൽ ദർ അക്കൗണ്ട് പ്രോംപ്റ്റ്ലി ഇൻ ദ സക്സീഡിംഗ് പീരിയഡ് ഡിസ്കൗണ്ട് വിൽ ഹാവ് ടു ബി അലൗഡ് ടു ദം. നമുക്ക് ഈ വർഷം നമ്മൾ സെയിൽ നടത്തിയിരിക്കുകയാണ്, അവർ അടുത്ത വർഷം പേയ്മെൻറ്റ് കൃത്യമായിട്ട് തരുവാണെങ്കിൽ നമ്മൾ അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കണം. അപ്പോൾ ഈ വർഷം സെയിൽസ് നടത്തിയാൽ നമുക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടും അല്ലേ, എത്രയാണ് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരുന്നത്. The amount of discount is an expected loss and is to be provided for. Thus, provision for discount is a provision created to meet any loss due to allowing of discount in the next year when the debtors of current year make prompt payment. കറണ്ട് ഇയറിലെ ഡെറ്റേഴ്സ് അടുത്ത വർഷം കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്തുവാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഡിസ്കൗണ്ട്, ആ ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന പ്രൊവിഷനാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ആൻഡ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഈസ് ഷോൺ ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് സെയിം ഈസ് ഡിഡക്റ്റ്. ഇതിനെല്ലാത്തിനും ഒരേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഡെറ്റേഴ്സ് ആയിക്കഴിഞ്ഞാലും പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ് ആയാലും പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ആയിക്കഴിഞ്ഞാലും നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, അതേപോലെ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിന് മൈനസ് ചെയ്ത് കാണിക്കാം. ഓൺ പ്രൊവൈഡിങ് ഫോർ ഡിസ്കൗണ്ട് ആൻഡ് ഡെറ്റേഴ്സ് ദി ജേർണൽ എൻട്രി ഈസ്, നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലല്ലേ കാണിക്കുന്നത്. ഇപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ഓൺ പ്രോംപ്റ്റ് ഡെറ്റേഴ്സ്. കൃത്യമായിട്ട് പേയ്മെൻറ്റ് തരുന്നവർക്കല്ലേ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഡെറ്റേഴ്സിന് ഫുൾ ആൾക്കാർക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കില്ല. ആർക്ക് കൊടുക്കുക, അതിൽ ബാഡ് ഡെബ്റ്റ്സ് മൈനസ് ചെയ്യണം. അതിനുശേഷം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് അല്ലേ, അത്രയും കിട്ടില്ല എന്ന് നമുക്ക് വിചാരിക്കുന്നത് അത്രയും നമ്മൾ മൈനസ് ചെയ്തിട്ട് ബാക്കിയുടെ മേലെ മാത്രമേ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് വെക്കേണ്ടതുള്ളൂ. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ ബാഡ് ഡെബ്റ്റ്സും തരുന്നുണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സും പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സും തരുവാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യാം, ബാഡ് ഡെബ്റ്റ്സ് നമ്മൾ ഡെറ്റേഴ്സിന് ഓർഡർ എന്ന് വെച്ചാൽ ഡെറ്റേഴ്സിന് ആദ്യം ബാഡ് ഡെബ്റ്റ്സ്, പിന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്, ഇതാണ് ഓർഡർ. അപ്പം ഡെറ്റേഴ്സിന് ആദ്യം ബാഡ് ഡെബ്റ്റ്സ് മൈനസ് ചെയ്യുക, ബാക്കി എമൗണ്ടിൽ മാത്രമേ നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് വെക്കേണ്ടുള്ളൂ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് വെക്കേണ്ടുള്ളൂ. അപ്പോൾ ബാക്കി എമൗണ്ടിന് മേലെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, അതും കൂടി മൈനസ് ചെയ്തിട്ട് ബാക്കിയുടെ മേലെയാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് കാണിക്കേണ്ടത്. അപ്പം ബാലൻസ് ഷീറ്റ് നമ്മൾ മൈനസ് ചെയ്യുന്നതും ആ ഓർഡറിലാണ്. അപ്പോൾ നമുക്കിത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് എന്ത് ചെയ്യണം, ഓരോ പ്രൊവിഷനും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, ആദ്യം ഡെറ്റേഴ്സിന് ബാഡ് ഡെബ്റ്റ്സ് എവിടെ തന്നിരിക്കുന്നത് നമ്മൾ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്നത് മാത്രമേ നമ്മൾ ബാലൻസ് ഷീറ്റിൽ മൈനസ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ മൈനസ് ചെയ്യേണ്ടതായ ബാഡ് ഡെബ്റ്റ്സ് മാത്രം വെച്ചാൽ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്ന ബാഡ് ഡെബ്റ്റ്സ് മൈനസ് ചെയ്യാം, അതിനുശേഷം അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്ന പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് മൈനസ് ചെയ്യാം, അതിനുശേഷം ബാക്കി എമൗണ്ടിന് മേലെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ആൻഡ് ഡെറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ വായിക്കാം.
The following are extracted from the trial balance on 31st December 2010. ഇപ്പോൾ ട്രയൽ ബാലൻസിലെ കുറച്ച് ഐറ്റംസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഡെറ്റേഴ്സ് തന്നിരിക്കുന്നത് 21,500 ആണ് നമുക്ക് തന്നിരിക്കുന്ന ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ അല്ലേ. ഡിസ്കൗണ്ട് അലൗഡ് തന്നിട്ടുണ്ട് 800. ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്പെൻസ് ആണ് നമ്മൾ എവിടെ കാണിക്കണം? നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ആൻഡ് ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട്. ട്രയൽ ബാലൻസിനകത്ത് തന്നിരിക്കുന്ന പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷനാണ്. നമുക്ക് എന്ത് ചെയ്യണം? അത് ഡെബിറ്റ് സൈഡിൽ നിന്ന് മൈനസ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിലാണ് തന്നിരിക്കുന്നത് അല്ലേ 900. ഓൾഡ് പ്രൊവിഷൻ ആണ്. അപ്പോൾ ഓൾഡ് പ്രൊവിഷൻ നമ്മൾ മൈനസ് ചെയ്യാം ഡെബിറ്റ് സൈഡിൽ നിന്ന്. നെക്സ്റ്റ് ബാഡ് ഡെബ്റ്റ്സ് തന്നിട്ടുണ്ട് 1200. ബാഡ് ഡെബ്റ്റ്സ് തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിനകത്താണ്. അപ്പോൾ എവിടെ മാത്രം കാണിച്ചാൽ മതി? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ മാത്രം കാണിച്ചാൽ മതി ഈ ബാഡ് ഡെബ്റ്റ്സ്. നെക്സ്റ്റ് ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ് കണ്ട ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ രണ്ട് ഐറ്റം നമുക്ക് കിട്ടാൻ, ഒന്ന് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സും ഒന്ന് ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡും. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ നിന്ന് മൈനസ് ചെയ്യും. ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ബാക്കി എല്ലാ ഐറ്റവും നമ്മൾ ഡെബിറ്റ് സൈഡിൽ തന്നെ കാണിക്കണം. അപ്പോൾ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് തരുവാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സ് മൈനസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. എല്ലാത്തിൻ്റെ ട്രീറ്റ്മെന്റ് സെയിം ആണ്. ഡെറ്റേഴ്സ് ആയാലും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ആയാലും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ആയി കഴിഞ്ഞാലും നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് തരുവാണെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സ് മൈനസ് ചെയ്യാം. ഇനി നമ്മുടെ ട്രയൽ ബാലൻസിനകത്ത് തരുവാണെങ്കിൽ അകത്ത് തരുന്ന രണ്ടെണ്ണം ക്രെഡിറ്റ് സൈഡിൽ കട്ടും. ഒന്ന് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ടും പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡും. ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. പ്രൊവിഷൻ നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ട്രയൽ ബാലൻസിനകത്ത് തരുവാണെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ് തന്നിട്ടുണ്ട് 300. നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം അല്ലേ. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ബാഡ് ഡെബ്റ്റ്സ് ടു ബി റിട്ടേൺ ഓഫ് ₹500. അപ്പോൾ ഓൾറെഡി ബാഡ് ഡെബ്റ്റ്സ് 1200 ഉണ്ട്. അത് ഒരു സ്ഥലത്ത് മാത്രം കാണിച്ചാൽ മതി. അതെവിടെ കാണിക്കണം? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. ഇനി ബാഡ് ഡെബ്റ്റ്സ് ടു ബി റിട്ടേൺ ഓഫ് 500 അഡീഷണൽ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ട്. അതെന്ത് ചെയ്യണം? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലും കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സ് മൈനസും ചെയ്യണം. നെക്സ്റ്റ് പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ബാഡ് ഡെബ്റ്റ്സ് ₹1000. പിന്നെ ഒരു പ്രൊവിഷൻ തന്നിട്ടുണ്ട്. ബാഡ് ഡെബ്റ്റ്സിന്റെ പ്രൊവിഷൻ ₹1000. അപ്പോൾ രണ്ട് സ്ഥലത്ത് കാണിക്കണം. ഒന്ന് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും ഒന്ന് ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സ് നിന്ന് മൈനസും ചെയ്യണം. നെക്സ്റ്റ് പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. അതും നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിലും കാണിക്കണം. അതേപോലെ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സ് മൈനസും ചെയ്യണം. അപ്പോൾ ഈ 3% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെറ്റേഴ്സിൻ്റെ വാല്യൂ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ആണെങ്കിൽ ബാഡ് ഡെബ്റ്റ്സും മൈനസ് ചെയ്ത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സും മൈനസ് ചെയ്ത എമൗണ്ടിൻ്റെ മേലെ മാത്രമേ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് കാണിക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾക്ക് ഇങ്ങനെ തരുവാണെങ്കിൽ ഇപ്പോൾ പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെർസെൻറ്റേജ് ആണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഡെറ്റേഴ്സിന് അഡീഷണൽ ബാഡ് ഡെബ്റ്റ്സ് മൈനസ് ചെയ്യാം. 500 മൈനസ് ചെയ്യാം. അതിൻ്റെ മേലെ പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ബാഡ് ഡെബ്റ്റ്സിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. അതും കൂടി മൈനസ് ചെയ്തതിന് ശേഷം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഓർഡർ മറന്നു പോയത്. ആദ്യം മൈനസ് ചെയ്യേണ്ട ബാഡ് ഡെബ്റ്റ്സ്, ആ എമൗണ്ടിൻ്റെ മേലെ വേണം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് വെക്കാൻ. അതിൻ്റെ മൈനസ് ചെയ്തതിൻ്റെ മേലെ വേണം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് വെക്കാൻ. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നിങ്ങൾ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട. എല്ലാ ഐറ്റവും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്ന് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡും ഒന്ന് ബാലൻസ് ഷീറ്റ് ഡെറ്റേഴ്സ് മൈനസ് ആണ്. അപ്പോൾ അത് ട്രയൽ ബാലൻസിനകത്ത് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് മാത്രം കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത് എപ്പോഴാണ്? അഡീഷണൽ ഇൻഫർമേഷൻ തന്നിരിക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും കാണിക്കണം, ബാലൻസ് ഷീറ്റും കാണിക്കണം. ഇനി ക്രെഡിറ്റ് സൈഡിൽ തരുന്ന രണ്ട് ഐറ്റം ഉണ്ട്. ഒന്ന് പ്രൊവിഷൻ ക്രെഡിറ്റ് സൈഡിൽ തരാം, പിന്നെ ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ് ക്രെഡിറ്റ് സൈഡിൽ തരാം. അപ്പോൾ പ്രൊവിഷൻ ക്രെഡിറ്റ് സൈഡിൽ തരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ട്രയൽ ബാലൻസിനകത്തല്ല, അപ്പോൾ ഒരു സ്ഥലത്ത് കാണിച്ചാൽ മതി. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് പ്രൊവിഷൻ ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ നിന്ന് മൈനസ് ചെയ്യാം. ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ് ക്രെഡിറ്റ് സൈഡിൽ തരും. അതെന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിൽ തന്നെ കാണിക്കുക പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ പ്രോബ്ലം ചെയ്യുന്ന ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് ആയിട്ടാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം ഡെറ്റേഴ്സ് എടുക്കുക 21,500. അതിൽ നിന്ന് ആദ്യം മൈനസ് ചെയ്യേണ്ട ഓർഡർ എങ്ങനെയായിരുന്നു? ആദ്യം ബാഡ് ഡെബ്റ്റ്സ്, പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ്, അതിനുശേഷമാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അല്ലേ. അപ്പോൾ ആദ്യം ബാഡ് ഡെബ്റ്റ്സ് മൈനസ് ചെയ്യുക 500, അതിനുശേഷം 21,000. അതിൽ നിന്ന് നെക്സ്റ്റ് എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ആണ് മൈനസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് 1000 തന്നിട്ടുണ്ട്. ഇനി 1000 തന്നിട്ടില്ല, നമ്മൾ 10% എന്ന് വല്ലതും പറയുകയാണെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ഏതിൻ്റെ 10% എടുക്കണം?
21,000ന്റെ 10% എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റെപ്പായിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതിന് മുന്നേ മൈനസ് ചെയ്തിട്ട് എത്ര കിട്ടി അതിൻ്റെ മേലെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട് 1000, അപ്പോൾ അതും കൂടി മൈനസ് ചെയ്യുക 20,000. ഇനി പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ആണ് അല്ലേ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്ത് ചെയ്യുക, ഈ 20,000ന്റെ മേലെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ നമ്മൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം ഡെറ്റേഴ്സിന് ബാഡ് ഡെബ്റ്റ്സ് മൈനസ് ചെയ്യണം. ആ എമൗണ്ടിൻ്റെ മേലെയാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് വെക്കേണ്ടത്. ഇവിടെ പെർസെൻറ്റേജ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് എമൗണ്ട് മൈനസ് ചെയ്തെന്നേ ഉള്ളൂ. അതും കൂടി മൈനസ് ചെയ്തതിൻ്റെ മേലെയാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് വെക്കേണ്ടത്. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കേണ്ടത് മാത്രം. വെറും ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്രയൽ ബാലൻസിനകത്ത് വരുവാണെങ്കിൽ അതിവിടെ ഡെറ്റേഴ്സിൽ കൊണ്ട് മൈനസ് ചെയ്യാൻ പാടില്ല. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ബാഡ് ഡെബ്റ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഡെറ്റേഴ്സിന് മൈനസ് ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ഐറ്റം ഉണ്ടെങ്കിൽ മാത്രം എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഐറ്റം മാത്രമേ ഈ കാൽക്കുലേഷനിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് 20,000ന്റെ മേലെ 3% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 600 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ കാണിക്കും നോക്കാം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ബാഡ് ഡെബ്റ്റ്സും അഡീഷണൽ ബാഡ് ഡെബ്റ്റ്സും എല്ലാ ഐറ്റവും നമുക്ക് ഡെബിറ്റ് സൈഡിൽ തന്നിരിക്കുന്നതൊക്കെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്നു ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ്, പിന്നെ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന പ്രൊവിഷൻ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ നിന്ന് മൈനസ് ചെയ്യണം. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം ബാഡ് ഡെബ്റ്റ്സ് എടുത്തു, അതിനോട് അഡീഷണൽ ബാഡ് ഡെബ്റ്റ്സ് ആഡ് ചെയ്ത് കാണിച്ചു. ഇനി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ട് 1000, ഇത് മൂന്നും ആഡ് ചെയ്ത് ഒരുമിച്ച് കാണിച്ചു. ഇനി ഡിസ്കൗണ്ടിൻ്റെ മേലെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് നമുക്ക് 600 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. പിന്നെ ഓൾഡ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന എന്താ ഡെബിറ്റ് സൈഡിൽ നിന്ന് മൈനസ് ചെയ്തു. അപ്പം നമുക്കത് 500 കിട്ടി. പിന്നെ ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് സൈഡിലുള്ളത് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ തന്നെ കാണിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ. ആദ്യം നമ്മൾ ബാഡ് ഡെബ്റ്റ്സ് എഴുതി, ബാഡ് ഡെബ്റ്റ്സിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അഡീഷണൽ ബാഡ് ഡെബ്റ്റ്സും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സും അതെല്ലാം അതിൽ അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ഡിസ്കൗണ്ട് എടുത്തു, അതിൽ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് നമ്മളോട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് 600 നമ്മൾ കഴിഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് വർക്കിംഗ് നോട്ടിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഓൾഡ് പ്രൊവിഷൻ തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുണ്ടായിരുന്നു ട്രയൽ ബാലൻസിനകത്ത്, അത് ഇവിടുന്ന് മൈനസ് ചെയ്ത് കാണിക്കാം. ലെസ് ഓൾഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് അത് മൈനസ് ചെയ്ത് കാണിച്ചു. ഇനി ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ് തന്നിട്ടുണ്ടായിരുന്നു ക്രെഡിറ്റ് സൈഡിൽ, അത് ക്രെഡിറ്റ് സൈഡിൽ തന്നെ കാണിച്ചു. ഇത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളത് മാത്രമേ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതുള്ളൂ അല്ലേ. ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സ് നമുക്ക് എന്തൊക്കെ മൈനസ് ചെയ്യണം, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ബാഡ് ഡെബ്റ്റ്സ് മൈനസ് ചെയ്യുക 500. ഇനി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് 1000, അത് മൈനസ് ചെയ്യാം. അതിനുശേഷം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്, ആ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു അല്ലേ. 20,000ന്റെ 3% എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 600, അതും മൈനസ് ചെയ്യാം. അപ്പം 19,400. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. അപ്പം ഇങ്ങനെ ആലോചിക്കാം, ബാഡ് ഡെബ്റ്റ്സ് എന്ത് ചെയ്യാം, എഴുതി വെച്ചോ നിങ്ങൾ സ്റ്റെപ്സ് മീൻസ് പോയിന്റ്സ് എഴുതിയൊക്കെ അങ്ങനെ എവിടെയൊക്കെ കാണിക്കണമെന്ന്. ആദ്യം ബാഡ് ഡെബ്റ്റ്സിൻ്റെ എഴുതാം. ബാഡ് ഡെബ്റ്റ്സ് ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് ബാഡ് ഡെബ്റ്റ്സിന് 2 ട്രീറ്റ്മെൻറ്റാണ് ഉള്ളത്. ഒന്ന് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ഒന്ന് ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിന് മൈനസ് ചെയ്യാം. അപ്പോൾ ബാഡ് ഡെബ്റ്റ്സ് ട്രയൽ ബാലൻസിനകത്താണെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് രണ്ടും ചെയ്യണം. ഇനി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് തരുവാണെങ്കിൽ എന്ത് ചെയ്യാം, ഇതേ ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുവാണെങ്കിൽ 2 സ്ഥലത്ത് കാണിക്കണം, ഒന്ന് ഡെബിറ്റ് സൈഡിലും ഒന്ന് എന്ത് ചെയ്യുക, ബാഡ് ഡെബ്റ്റ്സ് ഡെറ്റേഴ്സിന് മൈനസ് ചെയ്ത് കാണിക്കാം. ഇനി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് നമ്മൾ ട്രയൽ ബാലൻസിനകത്ത് തരുവാണെങ്കിൽ അപ്പം നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് തരുന്നത്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാൻ പാടില്ല, ഡെബിറ്റ് സൈഡിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് വേണം കാണിക്കാൻ അല്ലേ. ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റം ആകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഡെബിറ്റ് സൈഡിൽ എഴുതാൻ പറ്റില്ല, ഡെബിറ്റ് സൈഡിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കണം. ഇനി ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലാണ് തരാം, അത് ക്രെഡിറ്റ് സൈഡിൽ തന്നെ കാണിച്ചാൽ മതി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ. അതൊന്നും ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട, ട്രയൽ ബാലൻസിനകത്ത് തന്നിരിക്കുന്നതുകൊണ്ട്. പിന്നെ നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് തരും. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുവാണെങ്കിൽ 2 സ്ഥലത്ത് എവിടെയാണ്, നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിന് മൈനസ് ചെയ്യാം. ഇനി പെർസെൻറ്റേജ് തരുവാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു സ്റ്റെപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഡർ ഉണ്ട്. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം ഡെറ്റേഴ്സിന് ബാഡ് ഡെബ്റ്റ്സ് മൈനസ് ചെയ്യണം, അതിനുശേഷം ആണ് പ്രൊവിഷൻ മൈനസ് ചെയ്യേണ്ടത്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ്. അപ്പോൾ മൈനസ് ചെയ്ത എമൗണ്ടിൻ്റെ മേലെ വേണം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷമാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ആ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് മൈനസ് ചെയ്ത എമൗണ്ടിന് മേലെ വേണം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ എഴുതി വെക്കുന്നില്ലേ നോട്ടിലൊരു സ്ഥലത്ത്, അപ്പോൾ അവിടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടി എഴുതി വെക്കാം. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ബാഡ് ഡെബ്റ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡിൻ്റെ ട്രീറ്റ്മെൻറ്റും പിന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, ഇത്രയും ട്രീറ്റ്മെൻറ്റാണ് നമ്മളിന്ന് പഠിച്ചത്.
അപ്പം ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇപ്പം നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് അതും കൂടി ചെയ്യാം. അപ്പോൾ ഇതുവരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.